ഇന്ന് എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ പോലെ. ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങാക്കറി ഉണ്ടാക്കി നോക്കാം. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച ഒരു മസാല ഡബ്ബയാണ്. അതിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് ചതച്ചത്, അതായത് ചില്ലി ഫ്ലേക്സ്, പിന്നെ നമ്മുടെ കടുക്, ഉലുവ, പിന്നെ കുറച്ച് കുരുമുളകും അതിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് മാങ്ങാക്കറിക്ക് വേണ്ട കേട്ടോ. ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ് കേട്ടോ. മാങ്ങാക്കറിക്ക് വേണ്ടത് മാങ്ങ, നല്ല ചെനച്ച മാങ്ങ ഒരെണ്ണം വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചത്, ഒരു സവോള എടുക്കാം, ഒരു 3-4 ചെറിയുള്ളി എടുക്കാം, 2-3 പച്ചമുളക് നെടുകെ കീറിയത്, ഒരു ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് വേപ്പില, അരമുറി നാളികേരത്തിൻ്റെ 1-ാം പാല്, പിന്നെ അതിൻ്റെ 2-ാം പാല്, പിന്നെ കല്ലുപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, പിന്നെ നമുക്ക് വേണ്ടത് വിനെഗർ, പുളിക്ക് ആവശ്യമായിട്ട്. പുളിക്ക് മാത്രമല്ല ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നതും വിനെഗർ തന്നെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം, 2 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ എടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടുകയാണേ. പിന്നെ വേണ്ടത് മുളക് പൊടി 2 ടീസ്പൂൺ മതി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് ഒരു ചെറിയ ടീസ്പൂൺ, കോഫി എടുത്തിട്ടും കിട്ടണില്ലല്ലോ, ചെറിയ ടീസ്പൂൺ കടുക്, പച്ചക്കടുക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അല്പം വിനെഗർ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. വിനെഗർ ഒരു ടീസ്പൂൺ ഇപ്പോൾ ചേർത്താൽ മതി. ബാക്കി വിനെഗർ നമുക്ക് കറി തയ്യാറാക്കുമ്പോൾ ചേർക്കാം. ഇതൊന്ന് നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് കടുക് നന്നായിട്ട് അരഞ്ഞ് കിട്ടണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തേക്കുന്ന വിനെഗർ ഇത് അരഞ്ഞ് കിട്ടാനായിട്ട് അല്പം പോരാന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാല്, നാളികേരത്തിൻ്റെ 2-ാം പാലിൽ നിന്ന് അല്പം ഇതിൽ കൂടെ ഒഴിച്ച് കൂട്ടി അരച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരുന്ന മാങ്ങയും സവാളയും നുറുക്കിയതും ചെറിയുള്ളിയും ഒരല്പം വേപ്പിലയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. ഇതിലേക്ക് അല്പം വിനെഗർ, മാങ്ങയ്ക്ക് ചെനച്ച മാങ്ങ ആയതുകൊണ്ട് പുളി കുറവായിരിക്കും, അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായ പുളിക്ക് വിനെഗർ തന്നെ ചേർക്കണം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിൽ കൂടെ ഒഴിക്കുക. ഇനി കൈ കൊണ്ട് നന്നായി തിരുമ്മി പിടിപ്പിക്കുക. നന്നായി നമ്മൾ കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായി തിരുമണം, ഒരു 2 സെക്കൻഡ് നേരം നന്നായി തിരുമ്മി യോജിപ്പിച്ച്. നമുക്ക് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി പാൻ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയാണ് ഏറ്റവും ഉത്തമം ഈ മാങ്ങക്കറിക്ക്. നല്ല നാടൻ വെളിച്ചെണ്ണയാണെങ്കിൽ ഏറ്റവും നല്ലത്. ചായ വെളിച്ചെണ്ണയിലേക്ക് 2 ഉണക്കമുളക്, വറ്റൽമുളക് നുറുക്കിയതിട്ട് കൊടുക്കാം. മുളക് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി അങ്ങോട്ട് പൊട്ടട്ടെ. ഒപ്പം തന്നെ ഒരു 2 മണി ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചേർത്ത് അത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി മൂത്ത് കഴിഞ്ഞാലേ നമുക്ക്
പകുതി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിത് പിന്നീട് ആവശ്യം വരും. ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച മാങ്ങ അതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം വറ്റി വരുമ്പോഴേക്കും നമുക്കൊന്ന് മൂടി വെച്ച് ഈ സവാളയും മാങ്ങയും വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പം നമുക്ക് ഫ്ലെയിം ലോയിലാക്കണം, സിമ്മിലാക്കണം. അങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് ഒരു അബദ്ധം പറ്റി ഗൈസ്. പാനിൽ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഓയിൽ ഒഴിച്ചപ്പോഴേക്കും ആകെ പൊട്ടിത്തെറിച്ചു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വരാതെ ശ്രദ്ധിക്കുക. പാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ വെള്ളം തുടച്ച് കളഞ്ഞിട്ട് വേണം പാൻ വെക്കാനായിട്ട്. അല്ലെങ്കിൽ അതിൽ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ തന്നെ മൂടി തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് വേഗം ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേഗം കുറച്ച് കഴിയുമ്പോൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ആവശ്യമെങ്കിൽ മൂടി വയ്ക്കാം. സവാള ഒന്നും കൂടെ വേവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും കൂടി മൂടി വെച്ച് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. എൻ്റെ ഈ മസാല ടബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തായാലും വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരുക്കി വയ്ക്കുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് എളുപ്പമാണ്. ഓരോന്ന് അപ്പോഴപ്പോൾ പോയി ഇങ്ങനെ തപ്പി തടഞ്ഞെടുക്കണ്ട. കൂടെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ പാൻ ആയതുകൊണ്ടാണ്, സ്റ്റീലിൻ്റെ പാൻ ആയതുകൊണ്ടാണ് ഇത്ര അങ്ങനെ അടിയിൽ പിടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പ്രശ്നം വരില്ല. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അധികം ഉപയോഗിക്കാറില്ല. ദോശ പാനോ പിന്നെ വല്ല ബിരിയാണിയൊക്കെ ഉപയോഗിക്കാൻ മാത്രമേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കാറുള്ളൂ. വെള്ളയപ്പം ചുടാനായിട്ട് അപ്പച്ചട്ടിയുണ്ട്. അങ്ങനെയൊക്കെ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച നാളികേരത്തിൻ്റെ 2ാം പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായി തിളപ്പിച്ച് ബാക്കിയുള്ള വേവ് ഇതിൽ കിടന്ന് വേവട്ടെ. 2ാം പാലിൽ കിടന്ന് വേവട്ടെ. നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നന്നായി തിളച്ച് ഒരു പകുതി വേവ് എന്തായാലും നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നൊന്ന് യോജിച്ച് വരാനുള്ളൂ. നമ്മൾ 2ാം പാൽ ചേർത്ത് നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഒന്നുകൂടി വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കണമെങ്കിൽ നോക്കാം, ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നോക്കിയിട്ട് ഉപ്പ് പാകത്തിനാണ്. എരിവാണ് അല്പം മുന്നിൽ നിൽക്കുന്നത്. പച്ചമുളകിന് നല്ല എരിവുണ്ടായത് കൊണ്ടായിരിക്കാം. മാങ്ങ കൊണ്ട് നമുക്ക് പലതരത്തിൽ കറികൾ വയ്ക്കാം അല്ലേ. അങ്കമാലി സ്റ്റൈലിൽ മാങ്ങാക്കറി വയ്ക്കാം. ഇതിപ്പോൾ ഏകദേശം അതേപോലെ തന്നെയാണ് കേട്ടോ. അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി വയ്ക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർ കടുക് അരച്ച് ചേർക്കില്ല എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അല്പം കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ വിഷുക്കട്ടയും മാങ്ങാക്കറി ഉണ്ടാക്കും. അപ്പോൾ ആ മാങ്ങാക്കറി വേറെ രീതിയിലാണ്. അതിൽ കൂടുതൽ കടുക് ചേർക്കും. കൂടുതൽ കടുക് ചേർത്ത് ഈ മല്ലിപ്പൊടി മുളക് പൊടിയുടെ ഒക്കെ കൂടെ അരച്ച് അതൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും അതിൻ്റെ വീഡിയോ ഇടാം. മഴക്കാലമായി മാങ്ങാക്കാലവും കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ കടകളിലൊക്കെ നമുക്ക് മാങ്ങ വാങ്ങിക്കാൻ കിട്ടും. എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു മാങ്ങ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കറി വയ്ക്കാമെന്ന് വെച്ചത്. മാങ്ങ സീസണിൽ മാങ്ങ കൊണ്ട് നമ്മൾ മാങ്ങ ചമ്മന്തി, ചെമ്മീനൊക്കെ കൂട്ടി ചമ്മന്തി, പിന്നെ ഇതുപോലെ മാങ്ങാക്കറി, പിന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ എളുപ്പത്തിലൊരു മാങ്ങാക്കറി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇത്രയും എരിവോ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കുറവ് ചേർത്തിട്ട് ഏറ്റവും കൂടി ചാറായിട്ട് ഉള്ള മാങ്ങാക്കറി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല വിധത്തിലും മാങ്ങ കൊണ്ട് പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി ഇവിടെ നല്ല ഓട്ടമാണ്. നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാൽ. നന്നായി വറ്റി കുറുക്കി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1ാം പാൽ ചേർക്കുമ്പോഴും നമ്മൾ നന്നായി ഫ്ലെയിം നന്നായി കൂട്ടി വയ്ക്കണം.
കൂടെ കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങോട്ട് പിരിഞ്ഞു പോകും. നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി തിള വരുന്ന കുറുകി വറ്റിയതിൽ എണ്ണ തെളിഞ്ഞ് എന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. നന്നായി തിളച്ചത് ഒന്നാം പാല് നന്നായി യോജിച്ച് വരുന്നുണ്ട്. ഒന്നാം പാല് ചേർത്തിട്ട് ചിലർ പറയും ഒന്നാം പാല് ചേർത്തിട്ട് പിന്നെ അനക്കരുത്, തീ ഓഫ് ചെയ്തിട്ട് ഒന്നാം പാല് ചേർക്കാം. പായസത്തിനൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ കറികൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ബാക്കി വന്നാൽ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ എന്തായാലും സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ നാളികേരപ്പാൽ നമ്മൾ ഒന്നാം പാല് ചേർത്തിട്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാലേ കേടുവരും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഒന്ന് തിളച്ചതിൽ. എന്നാൽ നമ്മൾ പണ്ടത്തെ പോലെ കൈ കൊണ്ട് പിഴിഞ്ഞല്ലല്ലോ എടുക്കുന്നത്, നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടല്ലേ ഒന്നാം പാൽ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും അതിൽ വെള്ളത്തിൻ്റെ അംശം വരുമല്ലോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റിച്ച് കളയണം. അല്പമെങ്കിലും വെള്ളം ചേർത്തിട്ടല്ലേ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഈ പാകമായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ അങ്കമാലി മാങ്ങക്കറി അല്ല, അതുപോലത്തെ മാങ്ങക്കറി ഇവിടെ റെഡിയായി. നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ വറുത്ത മുളകും പച്ചമുളകും ഒക്കെ വേപ്പിലൊക്കെ, അത് നമുക്ക് ഇപ്പോൾ ഇതിന് ഗാർണിഷിനായിട്ട് ഉപയോഗിക്കാം, ഗാർണിഷ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് എക്സ്ട്രാ എല്ലാവരും എണ്ണയുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരികയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മറ്റോണം ചെയ്യാം, നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വറുത്തിടാം. വറുത്തിട്ട് മൂടി വയ്ക്കുമ്പോൾ പ്രത്യേകിച്ചൊരു മണം കൂടി കിട്ടും. ഇനിയിപ്പോൾ എങ്ങനെയാണ് ചെയ്തത്, ഇപ്പം എങ്ങനെയുണ്ട് മാങ്ങാക്കറി ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.